ഫോണിൻ്റെ അവസ്ഥ ഇതാ. ഇങ്ങനെയല്ല ഐഫോൺ ഉണ്ടായതാ, ഇങ്ങനെയൊന്നും കണ്ട ഫോൺ സ്റ്റക്കായി. ഐഫോണ് 256 സ്റ്റക്കാണെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്കുക അതിൻ്റെ ഇതെന്തായിരിക്കും എന്നുള്ളത്. അതെന്ത് ഇതിലായിരിക്കും. അത്രയും ഇത് നടക്കുന്ന ഫോണാണ് ഐഫോൺ ഇത് 14 എന്ന് പറഞ്ഞാൽ. 256 ഓഫാണെങ്കിൽ അല്ല ഇങ്ങനെ ലാഗ് ആണെങ്കിൽ എന്തൊരു അത്രയും ഇതാണ് വരുന്നത് നിങ്ങൾക്ക് ആലോചിച്ചാൽ മതി. ഇതിലെങ്ങനെ ഇതാണ്ട് ഇപ്പം അടുത്ത കോൾ വരും. ഇതാ വന്നു, അടുത്ത വന്നു. ഇതാ കട്ട് ചെയ്യണേ, ഇത് കട്ട് ചെയ്യണേ, ഇത് ഞാൻ കട്ട് ചെയ്താ അടുത്ത. ഇത് കണ്ടോ, ഇത് നോക്ക് നിങ്ങൾ, ഇത് മനസ്സിലാക്കുക. ഇത് കണ്ടോ അനക്ക്, അതായത് എൻ്റെ ഫോണിൽ അനക്ക് ഒരു സെക്കൻഡ് അനക്ക് കിട്ടുന്നില്ല. അനക്ക് എന്തെങ്കിലും ചെയ്യണ്ടടാ മക്കളെ, അനക്കിതാ എന്തെങ്കിലും അനക്ക് ചെയ്യണ്ടേ. ഞാൻ ഒരു കോള് കട്ട് ചെയ്തു, ഇതാ ഒരു കോള് ഞാൻ ഇങ്ങനെ കട്ട് ചെയ്തു, ഇതാ അടുത്ത കോള്. അതായത് ലിറ്ററലി ഞങ്ങൾക്ക് ഒരു സെക്കൻഡ് പോലും ഞങ്ങൾക്ക് കിട്ടുന്നില്ല. ഒരു കോള് ഞാൻ കട്ട് ചെയ്യുമ്പോൾ അടുത്ത കോള് വരുന്നത്, അതായത് ആ കോള് കട്ട് ചെയ്യുന്നതിന് മുമ്പേ ഞങ്ങൾക്ക് കോള് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എത്ര ആൾ കോൾ ചെയ്യുന്നുണ്ടാവും നിങ്ങൾക്ക് ഊഹിക്കാം. അത്രയും കോളിൽ വരുന്നുണ്ട്. അപ്പം ഞാൻ എന്ത് ചെയ്യും, ഫ്ലൈറ്റ് മോഡ് ആക്കിയിട്ട് കാര്യമില്ല, ഫ്ലൈറ്റ് മോഡും ആക്കിയിട്ട് കാര്യമില്ല, കാര്യങ്ങളും പറയുന്നില്ല. പക്ഷെ ഇന്നും കൂടെ എനിക്കൊരു വെയിറ്റ് ചെയ്തിരിക്കാൻ പറ്റുന്നില്ല. ചില സ്ട്രീമേഴ്സിനെ പറ്റിയിട്ടുള്ള ചില കാര്യങ്ങളൊക്കെ ഞാൻ ലൈവിൽ വിടുന്നുണ്ട്. അപ്പം ഞാൻ മാത്രം മിണ്ടായിരിക്കും ശരിയാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. എന്റെ സൈഡ് ക്ലിയർ ആക്കണം, അതുകൊണ്ട് എല്ലാവരും പോരെ. ഇന്നത്തെ ലൈവ് മൊത്തം ഇത്രയും നാള് നടന്ന ഇഷ്യൂ ഒറ്റയടിക്ക് സംസാരിച്ച് തീർക്കാൻ പോവാം. നീ ബാ സംസാരിച്ച് തീർക്കാൻ. നീ ഫോൺ എടുക്കണം, ആദ്യം ഫോൺ എടുത്ത് സംസാരിക്കണേ. ഒരു ഗെയിമില് ഉണ്ടായ ഒരു ചെറിയൊരു ഇഷ്യൂ, ആ ഇഷ്യൂവിന്റെ അകത്ത് ഞാൻ വെളിയിലും അതിനെപ്പറ്റി ഒന്നും സംസാരിച്ചിട്ടില്ല, അകത്തും ഈ പേഴ്സണോട് ഞാൻ അതിനെപ്പറ്റി സംസാരിച്ചിട്ടില്ല. ഞാൻ ആകെപ്പാടെ ചെയ്ത തെറ്റ്, ആ ഒരു സമയത്ത് എനിക്ക് വിഷമം വന്നപ്പം ഒരു ഗേളിനോട് സംസാരിച്ചിട്ട് ഞാൻ പറഞ്ഞു എനിക്ക് ഇങ്ങനെ തോന്നിപ്പോയി. അതിന്റെ പേര് ഞാൻ ആരുടെ അടുത്ത് വന്ന് കംപ്ലൈന്റ് പറഞ്ഞിട്ടില്ലെന്നോ? നീ എന്താ പറയുന്ന മോളെ? എന്താ പറയുന്ന റോക്സി മോളെ? നീ പറയുന്നത്? നീ എന്താ അവിടെ ലൈവിൽ പോയിട്ട് പറഞ്ഞത്? നീ എന്താ അവിടെ പോയിട്ട് പറഞ്ഞത്? നീ പറഞ്ഞു ഷമീർ കോൾ ഗേൾ എന്ന് വിളിച്ചു, ഷമീർ എന്നെ അപമര്യാദയായി പെരുമാറി, അവൻ അങ്ങനത്തെ ഇതായിരുന്നു, RPയിൽ ആരും ഇന്നേ വരെ എന്നോട് പെരുമാറാത്ത രീതിയിലാണ് ഇവൻ പെരുമാറിയത്. എന്നിട്ട് നീ കരഞ്ഞു. നീ ഫേക്ക് ഒരു ഡ്രാമ ഇട്ടു. അല്ലേ? ആണ്, നീ ഫേക്ക് ഒരു ഡ്രാമ ഇട്ടു മോളെ. കരഞ്ഞിട്ട് നീ ഒരു ഡ്രാമ ഇട്ടു അല്ലേ? ആണോ അല്ലോ? ഇട്ടു. അത് പൊളിയും ചെയ്തു, ഇവിടെ എക്സ്പോസ്ഡ് ആയും ചെയ്തു. എൻ്റെ ലൈവിലുള്ള ആൾക്കാർക്കും ഇതിലെ വ്യൂവേഴ്സിനും മനസ്സിലായും ചെയ്തു നീ എന്താ ചെയ്തതെന്നും എന്താ നടന്നതെന്നും ഇവിടെ എല്ലാവർക്കും മനസ്സിലായി. സോ അത് വിട്, ബാ നമുക്ക് ബാക്കി നോക്കാം. ഇത്രയും മാത്രം മതിയല്ലോ. ഇത്രയും മാത്രമേ ഞാൻ ചെയ്തുള്ളൂ. ഇത് മതിയല്ലോ മോളെ. പ്രശ്നമായി കഴിഞ്ഞിട്ട് ഇപ്പം ഞാൻ എൻ്റെ ലൈവ് സ്റ്റാർട്ട് ചെയ്ത് അതിൽ ഞാൻ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ, അല്ല ഞാൻ എൻ്റെ ലൈവ് ചെയ്തുകൊണ്ടിരിക്കുമ്പം എന്റെ ചാനല് ബോട്ട് വ്യൂസ് അടിച്ച് 22,000 വ്യൂസ് എങ്ങനെയായിരുന്നു ഹയസ്റ്റ് പീക്ക്. 22,000 ബോട്ട് കൗണ്ട് അടിച്ച് എന്റെ. അതെന്താ അറിയാം, 22,000 ബോട്ട് വ്യൂസ് അല്ല. അതായത് ഇവളെ ലൈവ് എന്ന് പറഞ്ഞാല് 2 മണിക്കൂർ 3 മണിക്കൂർ ഒക്കെ ആണ്. അപ്പൊ ഈ ഓരോരാൾ കയറിയിട്ട് ഇറങ്ങും. ഇത് എനിക്കും സംഭവിക്കുന്നത്. അതായത് ഇന്നലെ എൻ്റെ ഈ ലൈവ് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. ഈ ലൈവ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന എത്ര ആൾക്കാരാ? നമുക്ക് മാക്സിമം ഇപ്പോൾ കയറിയ എത്ര ആൾക്കാരാ? 15,000 ആൾക്കാരാണോ? 15K നമുക്ക് കയറിയത് അല്ലേ? 15K നമുക്ക് കയറിയത്. ഈ 15K ലൈവ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതൊരു 90K ആയിട്ടായിരിക്കും ഉണ്ടാവുക. അതെന്താ വെച്ചാൽ ഓരോരോ ആൾക്കാർ വരും. അതായത് ഈ 90,000 ആൾക്കാർ ഇത് വരുന്നു, ഇത് കാണുന്നു. ഇതെന്താ സംഭവിക്കുന്നത്? നിങ്ങൾക്ക് എന്താ ഇത് ബോട്ടാന്ന് തോന്നാൻ കാരണം എന്താണെന്നറിയോ? നിങ്ങൾക്ക് ഇതുവരെ അത്രയും വ്യൂസ് കയറിയിട്ടില്ല. നിങ്ങൾക്ക് മാക്സിമം കയറിയത് 10K ആണ്. പൊന്നുമോളെ, നിങ്ങൾക്ക് മാക്സിമം കയറിയ വ്യൂസ് എന്ന് പറഞ്ഞാൽ 10K ആണ്. അപ്പോൾ ആ 10K ആണ് നിങ്ങൾക്ക് ഇതുവരെ കയറിയ വ്യൂസ്. അപ്പോൾ പെട്ടെന്ന് എന്താ പറയുക, ലൈവ് കഴിയുമ്പോൾ 60Kയും 50Kയിലും കാണുമ്പോൾ നീ ഷോക്കാവും. അത് സ്വാഭാവികം. കാരണം എന്താ, നിനക്ക് ഇന്നേ വരെ നിൻ്റെ ലൈഫിൽ ഇല്ലാത്ത വ്യൂസാണ് അത്. എന്തോ എന്നെക്കുറിച്ച് എന്തോ റിയാക്ട് ചെയ്ത നിൻ്റെ മിനിയാത്ത ലൈവിലുണ്ട് 30K വ്യൂസ്. ഇതെന്താ സംഭവം എന്ന് വെച്ചാൽ ഇത് ലൈവ് കഴിയുമ്പം വരുന്ന വ്യൂസാണ്. അതായത് ഇപ്പോൾ ഈ കാണുന്ന 14,000 ആൾക്കാർ ഞാൻ ലൈവ് എൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇതൊരു 60K 70K വ്യൂസ് ഉണ്ടാവും. അതാ സംഭവം. ഓക്കെ, ഇതെല്ലാ യൂട്യൂബേഴ്സിനും ഇങ്ങനെ. നിങ്ങൾ എല്ലാവരുടെ ലൈവ് നിങ്ങൾ എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് ഇത് മനസ്സിലാവും. എല്ലാവർക്കും ഇങ്ങനെ ഓരോരോ ആൾക്കാർ വരും, ഇവർ ഇത് കാണും, 1 സെക്കൻഡ് കാണും, ഇപ്പോൾ പോവും. ഇപ്പം തന്നെ 15K, ഇപ്പം എത്ര 13.5K ആയി. ഇവർ കണ്ടു, ഇവർ പോയി. എറ്റ് എ ടൈം 22K ആവുന്നു. ലൈവ് എൻ്റെ ചെയ്തപ്പോൾ ആയിരിക്കുമല്ലേ 22K വന്നിട്ടുണ്ടാകുക. അല്ലാണ്ട് ഇവിടെ ഓൺ ലൈവിൽ 22K വന്നോ? ഓൺ ലൈവിൽ വന്നോ? പോടാ, അങ്ങനെ വരാൻ ചാൻസ് ഇല്ലല്ലോ. അങ്ങനെയാണെങ്കിൽ അത് പോട്ടാ. ഞാൻ വിചാരിച്ചു ലൈവ് എൻ്റെ ചെയ്തിട്ടായിരിക്കും. ഓക്കെ, ഒറ്റ ടൈം വന്നിട്ടുണ്ടെങ്കിൽ എനിക്കറിയില്ല, അത് ഇതായിരിക്കും, ബോട്ടായിരിക്കും. എറ്റ് എ ടൈം വന്നതാണെങ്കിൽ എനിക്കറിയില്ല. ഇപ്പം എറ്റ് എ ടൈം 22K വന്നതാണെങ്കിൽ അത് ബോട്ടായിരിക്കും. അത് ഞാൻ ചെയ്തതല്ല, നമ്മളാരും ചെയ്തതല്ല. നമുക്ക് അതിൻ്റെ ആവശ്യമില്ല മോളെ. അത് മനസ്സിലാക്കി. നമ്മൾ ഓർഗാനിക്കായിട്ട് കണ്ടന്റ് ക്രിയേറ്റ് ചെയ്ത് ഓർഗാനിക്കായിട്ട് വ്യൂസ് കൂട്ടി
അങ്ങനെ പോകുന്നതാണ്. നമുക്ക് ഈ പറഞ്ഞ പരിപാടിൻ്റെ ആവശ്യം വരുന്നില്ല. ഒന്നാമത്തെ കാര്യം, നമുക്ക് ഈ ദാരിദ്ര്യം വരുന്നില്ല. ഓക്കെ, നിങ്ങൾക്ക് വരുന്ന പോലത്തെ ഈ ദാരിദ്ര്യം ഉണ്ടല്ലോ, ഈ ദാരിദ്ര്യം നമുക്കില്ല. അത് മനസ്സിലാക്കാതെ. ഓക്കെ, ഇതാണ് പറഞ്ഞേ, മിണ്ടാതിരുന്നാലും പ്രശ്നമാണ്, മിണ്ടിയാലും പ്രശ്നമാണ്. മിണ്ടിയല്ലോ, മിണ്ടിക്കൊണ്ടാണല്ലോ പ്രശ്നം ഉണ്ടായത്. എന്തൊരു കഷ്ടമാണ്. നമുക്ക് ഒരാളുടെ പേഴ്സണലി ഒരു ഇഷ്യൂ ഇല്ല, അല്ലെങ്കിൽ ഇഷ്യൂ ഇല്ല, എനിക്ക് പ്രശ്നം വേണ്ട എന്ന് പറഞ്ഞിരിക്കുമ്പം സത്യങ്ങൾ വിളിച്ചു. പ്രശ്നം വേണ്ടാന്ന് പറഞ്ഞിട്ടാണോ ഇന്ന് എൻ്റെ നമ്പർ ഇവള് ലീക്കാക്കിയത്? ഞാൻ ഇത് വിട്ട കേസാ. നമ്മൾ മിനിയാന്നത്തെ ലൈവിൽ ഈ പ്രശ്നം നമ്മൾ തീർത്തു, നമ്മൾ ഇത് വിട്ടു, നമ്മൾ ഈ സംഭവമേ വിട്ടു. ഓക്കെ, നമ്മൾ ഈ സംഭവം വിട്ട് തീർത്ത കേസാണിത്. എന്നിട്ട് എന്ത് ചെയ്തു? നമ്മൾ ഈ പരിപാടിയെ വിട്ടു, നമ്മൾ ഈ സംഭവം ഇവളെ കാര്യമേ നമ്മൾ മറന്നു. നമ്മളെ ഫണ്ടും നമ്മൾ എൻ്റർടൈൻമെൻ്റ് ആയിട്ട് നമ്മൾ പോവാ. നമ്മളെ മങ്കിയും പെണ്ണ് കൊടുത്തും കാര്യങ്ങളെല്ലാം ആയിട്ട് നമ്മളെ ലൈവ് മുമ്പോട്ട് കൊണ്ടുപോയിക്കാം. അപ്പാണ് ഇവള് എൻ്റെ നമ്പർ എടുത്ത് ലീക്കാക്കിയത്. എൻ്റെ നമ്പർ ഇന്ന് ഇവള് ലൈവിൽ വന്ന് എൻ്റെ നമ്പർ ലീക്കാക്കിയിട്ട് ഇതാണ് എൻ്റെ അവസ്ഥ. എൻ്റെ ഫോണിൽ എനിക്ക് നിൽക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. എൻ്റെ ഫോണിൽ എത്ര കോള് വരുന്നു നിങ്ങൾക്ക് ഇത് കാണാൻ പറ്റും. ഒരു മിനിറ്റ്. ഇതാണ് എൻ്റെ ഇതിൻ്റെ അവസ്ഥ. ഇതാണ്, നോക്കിക്കോ, കണ്ടോ? ഇതെന്താ കാരണം? ഇവരുടെ നമ്പർ ലീക്കാക്കിയിട്ടല്ലേ? ഓക്കെ, അപ്പൊ ഇവള് ഒരു തെറ്റ് ചെയ്തു, അതിനാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ, അപ്പൊ ഇവള് ലൈവ് എൻ്റെ ചെയ്ത് പോയി. അപ്പൊ ഇനി ഞാൻ എന്ത് ചെയ്യാനാ? ഇതാണ് ഒരു ഗെയിമിന്റെ കാര്യം, സംസാരിക്കാൻ പോലും ഇല്ലാത്ത കാര്യം ഇത്രയും വലിയ ഇഷ്യൂ ആക്കി ഇവിടം വരെ എത്തിച്ച് സംസാരിക്കാൻ ഇതില്ലെങ്കിൽ പിന്നെ ഇവളെന്തിനു സംസാരിച്ചു? ഇതെനിക്ക് മനസ്സിലാകുന്നില്ല. ഇവളെന്താ ഈ ഡബിൾ സ്റ്റാൻഡേർഡ് ഡാഡി വർത്താനം പറയുന്നേ? ഗെയിമിംഗ് ചാനൽ, എന്റെ ചാനലിൽ പോയിട്ടുണ്ടെങ്കിൽ അതിന്റെ ബാക്കിലുള്ള 100% ഉത്തരവാദിത്തം ആർക്കാണെന്ന് പറയാൻ തന്നെ ആൾക്കാർക്ക് അറിയാൻ പറ്റുമല്ലോ. ഈ ചാനൽ പൂട്ടിക്കുന്നൊന്നും അത്രയും വലിയ കാര്യമൊന്നുമല്ല, ഞാൻ സീരിയസ് ആയിട്ട് പറയാം. പിന്നെ ചാനൽ പൂട്ടിക്കാൻ ഞാൻ ആരോടും പറഞ്ഞിട്ടില്ലേ? ചാനൽ പൂട്ടിക്കാൻ പറഞ്ഞിട്ടില്ലേ? എൻ്റെ നമ്പർ നീ ലീക്കാക്കിയത് കണ്ടിട്ട് ഞാൻ എൻ്റെ അവസ്ഥ ട്രാൻസ്പാരൻ്റ് ആയിട്ട്, എൻ്റെ അവസ്ഥ എന്താണെന്നുള്ളത് ട്രാൻസ്പാരൻ്റ് ആയിട്ട് ഞാൻ ഇവിടെ ആൾക്കാർക്ക് കാണിച്ചു കൊടുത്തു. ആ ലൈവ് ഞാൻ ഡിലീറ്റ് ചെയ്തു. ഡിലീറ്റ് ചെയ്തല്ല, പ്രൈവറ്റ് ആക്കി വെച്ചു. അപ്പോൾ ആ ലൈവ് കണ്ട ഒരു 40 മിനിറ്റ് എന്തോ ഞാൻ ലൈവ് ചെയ്തു.